വന്ദേമാതര വിവാദത്തിൽ UDF-ൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം ആലപിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മന്ത്രിമാർ. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഇപ്പോൾ തന്നെ BJP അതൊരു ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കി കഴിഞ്ഞു. പ്രധാനമായിട്ടും സർക്കാരിന് മുന്നിലുള്ളത് ഈ നിയമപ്രശ്നമാകുമോ അധികം മാത്രം വായിച്ചാൽ എന്നുള്ളതാണ്. ഇതിലിപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. എന്താണ് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, എന്താണ് നിലപാട്, ഏത് രീതിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി ശിഹാസെ, വന്ദേമാതര വിവാദം സജീവമായി ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ മന്ത്രിമാർ പരസ്യമായ നിലപാട് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുമുണ്ട്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനോട് ഒരു കാരണവശാലും അത് പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച് പരസ്യമായി പറഞ്ഞ മന്ത്രിമാർ വരെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് സ്റ്റാൻസ മാത്രം പാടിയാൽ മതി എന്ന നിലപാടാണ് ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതെങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓഗസ്റ്റ് 15-ന് ഇതിപ്പോൾ രാവിലെ ചൊല്ലുന്നതിന് വേണ്ടി വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 2-3 ദിവസങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ മുന്നിലുള്ളത്. എന്തായിരിക്കും ഇതിലൊരു തീരുമാനം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എവിടെയെങ്കിലും മുഴുവനായി ചൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ, അതല്ല നേരത്തെ പറഞ്ഞതുപോലെ 2 വരി മാത്രമായി നിൽക്കുമോ എന്നുള്ളതാണ്. എന്നാലും ഇത് സംബന്ധിച്ചുള്ള വിവാദം ഇപ്പോഴും കനക്കുകയാണ്. അതിനിടയിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ് UDF സംവിധാനം. അതാണ്, തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്, ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളതാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.